Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന കുറച്ച് റീസൺസ് ആണ് കോൺസ് ഓഫ് അവോയ്ഡ് ബൈയിങ് Xiaomi 14 അല്ലെങ്കിൽ iQ12. iQ12ഉം Xiaomi 14ഉം നമുക്ക് എന്തൊക്കെ കാരണങ്ങളാൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാം 50,000 താഴെ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോണുകളിൽ രണ്ടെണ്ണമാണ് iQ12ഉം Xiaomi 14ഉം. Xiaomi 14 കറക്റ്റ് 49,999 ആയിട്ട് പ്രൈസ് ആയിട്ടുണ്ട്. സെയിം ഐസ് നമ്മുടെ iQ12 പോലെ തന്നെ. അപ്പോൾ iQ13 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് പ്രൈസ് കൂടുതലായിരിക്കും, വേറെ കാര്യം. അപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒക്കെ നമ്മൾ ഓൾറെഡി മെയിൻ പോസിറ്റീവ് സൈഡ് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്യാമറ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് കുറച്ച് കോൺസുകളാണ്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സാധനം വാങ്ങിക്കാൻ അവോയ്ഡ് ചെയ്യും. ഇത് ആക്ച്വലി iQ12ഉം ബാധകമാണ് കേട്ടോ. ഇതിൽ വൺ ഓഫ് ദ കോൺ എന്ന് പറയുന്നത് എന്താ പറയുക, പരസ്യങ്ങളും അതുപോലെ തന്നെ ബ്ലോട്ട് വൈസ് ആപ്പുകളായിട്ടുള്ള പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പുകളാണ്. ഇതിൽ പകുതി ഒരു 99% നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരുടെ കുറച്ച് ആപ്പുകളായിട്ടുള്ള ഗെറ്റ് ആപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇത് ആക്ച്വലി ഫുള്ളി ക്ലോസ് ചെയ്തിട്ട് അതിന് നെറ്റ് പോലും കൊടുക്കുന്നില്ല, എന്നിട്ടും ആ സാധനത്തിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫുള്ളി ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. ഗെറ്റ് ആപ്സ് ഭയങ്കര ശല്യമാണ് കേട്ടോ. ഗെറ്റ് ആപ്സ് അത് മാത്രമല്ല, നമുക്ക് ഇവരുടെ സെറ്റിങ്സിൽ പോയാൽ തന്നെ ഇവരുടെ സിസ്റ്റം ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെ അവരുടെ അതിൽ കൊടുക്കുന്നുണ്ട്. അതിലെടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗെറ്റ് ആപ്പും അതുപോലെ തന്നെ പരസ്യം സംഭവമൊക്കെ വരുന്ന കുറേ കൂതറ ആപ്പുകളൊക്കെ അവർ ഇതിൽ കാണിക്കുക. അവരുടെ ആപ്പ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനമാണ്. റമ്മി കൾച്ചറൊക്കെ MPL ഒക്കെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്പുകളുണ്ട്. ഇതൊക്കെയാണ് അതിലത്തെ മെയിൻ കൂതറ സാധനങ്ങൾ. നമുക്ക് ഇത് കണ്ടോ, ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. അത് ആ ഗെറ്റ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ അതിൽ നെറ്റ് പോലും ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക, നെറ്റ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ടും സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ശല്യമാണ്. കുറേ പേർക്ക് ചിലപ്പോൾ ഈ ആഡ് വരുന്നത് ഇഷ്യൂ ഉണ്ടാവാറില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഐഫോൺസും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ IN ഫോണുകളും അതുപോലെ തന്നെ പിക്സൽസ് ഒക്കെ ഉപയോഗിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് വെറുപ്പിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ മെയിൻ കാരണം. നമ്മൾ എല്ലാ ബ്രാൻഡ്സുകളും ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തോന്നി. പ്രത്യേകിച്ച് നമ്മൾ ഇത്ര പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ശരിക്കും നോർമലി ഇപ്പോൾ ഇങ്ങനത്തെ ആപ്പുകളൊന്നും പാടില്ല. അത് ഇപ്പോഴും വരുന്നുണ്ട്, ആഫ്റ്റർ അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്ഡേറ്റ്സുകളാണ്. നമുക്ക് എല്ലാ 2 മാസം കൂടുമ്പോഴാണ് നമുക്ക് അപ്ഡേറ്റ് വരുന്നുള്ളൂ. എല്ലാ മാസം നമ്മുടെ സാംസങ്ങിലോ ഐഫോൺസിലൊന്നും വരണ, ഐഫോൺ അങ്ങനെയല്ല, സാംസങ്ങിലോ പിക്സലിലൊന്നും വരുന്ന പോലെ എല്ലാ മാസവും നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇതിലെല്ലാം 2 മാസം മാത്രമേ വരുന്നുള്ളൂ. അത് എനിക്കൊരു സ്ലൈറ്റ് എന്താ പറയുക, എന്താ വെച്ചാൽ ഷോൺമിയുടെ ബാക്കിയുള്ള ഫോണുകളിലെ പോലെ തന്നെയാണ് ഇതിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതൊരു ഇപ്പോൾ മറ്റവിടുത്തെ പരിപാടിയിൽ പോയി. മൂന്നാമത്തെ പോയെന്ന് പറയുന്നത് ബ്രാൻഡാണ്. ഷവോമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അത് ആക്ച്വലി ഒരു സംഭവം ബ്രാൻഡ് എന്ന് പറയാൻ അതൊരു ചൈനീസ് ബ്രാൻഡാണ്, അത് പോട്ടെ. പക്ഷേ അതൊരു ബഡ്ജറ്റ് കാറ്റഗറിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഷവോമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഹൈ എൻഡ് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ റീസെൽ വാല്യൂ നോർമലി കുറവായിരിക്കും. പോരാത്തന്നെ നിങ്ങൾക്ക് പറയാറില്ലല്ലോ, നമ്മൾ അത്യാവശ്യം പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് കാണിച്ച് ഒരു ഷോ ഓഫ് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാൻ കാരണം. അത് പെർസ്പെക്റ്റീവ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. 50,000 60,000 ശരിക്കും ഇത് ലോഞ്ച് ചെയ്ത് 70,000 രൂപയ്ക്കാണ്. അപ്പോൾ ആ പ്രൈസിനൊക്കെ എനിക്ക് തോന്നുന്നില്ല ഷോമി ഫോൺ അധികം ആരും വാങ്ങിക്കുന്നത്. ചൈനീസിലെ ആൾക്കാർ വാങ്ങിക്കേണ്ടായിരിക്കും, പക്ഷേ ഇന്ത്യയിലും ബാക്കിയുള്ള സ്ഥലത്തൊന്നും എനിക്ക് ആ പ്രൈസിൽ വേറെ ആരും വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് അതൊരു സ്ലൈറ്റ് കോൺ തന്നെയാണ്. പക്ഷേ മെയിൻ ആയിട്ട് കോണൊന്നും പറയാൻ പറ്റില്ല. ഈ 3 കോണുകളാണ് എനിക്ക് മെയിനായിട്ട് ഈ ഫോണിൽ. ഇത് ആക്ച്വലി iQനും ബാധകമാണ്. iQനും ഈ 3 ബാധകമാണ്. iQന് സെയിം ആണ് ഓൾമോസ്റ്റ്. ഇത് എനിക്ക് ആക്ച്വലി Xiaomi 14-കാട്ടും പരസ്യങ്ങളും കൂടുതൽ വരുന്നത് iQ12-ലാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം പ്രൈസിൽ വരുന്നതാണ്. ഇതിനായിട്ടും കുറച്ച് വലുതാണ്. അത് സ്ക്രീൻ സൈസ് കുറച്ച് വലുതാണ്. ഇത് ആക്ച്വലി 6.3 ഉള്ളൂ. മറ്റേ ഓൾമോസ്റ്റ് 6.7 to 6.8 ആ റേഞ്ചിൽ വരുന്നുണ്ട് സൈസ് സ്ക്രീന്. അപ്പോൾ ഇതിനായിട്ടും കുറച്ച് വലിയ ഡിസ്പ്ലേ വരുന്നത്, കുറച്ച് ബാറ്ററി ബാക്കപ്പും കൂടുതലുണ്ട് ഇതിനായിട്ടും. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് 1 day നോർമൽ നമ്മുടെ S23 പോലെ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഒരു കോൺസ് മാത്രമേ നമുക്ക് ഇതിലായിട്ട് യൂസ് ചെയ്തിൽ കണ്ടിട്ടുള്ളൂ. അല്ല, ഇത് ഈ 3 കോൺസുകളും നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ലെങ്കിൽ ഈ സാധനം കണ്ണും പൂട്ടി വാങ്ങിക്കാം. iQ12 ആയാലും കണ്ണും പൂട്ടി വാങ്ങിക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 50,000 തന്നെ വേണമെങ്കിൽ പറയാം. iQ12-നായിട്ടും നിങ്ങൾ ക്യാമറയാണ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ Xiaomi 14 വാങ്ങിച്ചാൽ മതിട്ടാ. ഇതിൻ്റെ ക്യാമറയാണ് കുറച്ചും കൂടി ബെറ്റർ. അതെന്താ വെച്ചാൽ ലൈക്ക് ആ പാർട്ണർഷിപ്പ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഇത് Xiaomi 14ഉം iQ12ഉം ആമസോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 day ഡെലിവറി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. എൻ്റെ ഒരു പ്രിഫറൻസ് നിങ്ങൾ വൈറ്റ് കളർ നോക്കായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് വരുന്നത്. പക്ഷേ ബ്ലാക്ക് എനിക്ക് തോന്നുന്ന ഒരു കറക്റ്റ് ഒരു പ്യുവർ ലുക്ക് കിട്ടില്ല. നല്ല ലുക്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വൈറ്റ് അല്ലെങ്കിൽ ഗ്രീനും വാങ്ങിക്കണം. ഗ്രീൻ ശരിക്കും ഭയങ്കര ഫിംഗർ പ്രിന്റ് മാഗ്നറ്റായിട്ട് ശരിക്കും കാണും. ഇത് മാഗ്നറ്റാണ്, പക്ഷേ അറിയില്ല വൈറ്റ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കൊണ്ടു കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.